തൃപ്തിയായിട്ടില്ല. ഇവിടെ വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് പത്രികാളിക്ക് കൊടുക്കാനുള്ള കൊടുത്തോ? ഹാരം വേണം, ചുവന്ന ഹാരം. മനസ്സിലായോ? മനസ്സിലായില്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്യാം. ഒരു ചുവന്ന ഹാരം ചാർത്തണം. ഇപ്പൊ തന്നെ തൃക്കണ്ണൂർ ഭദ്രകാളിക്ക് ഇപ്പൊ തന്നെ ചാർത്തണം. ഓ, മനസ്സിലായോ? ചെയ്യാം, ഇപ്പൊ തന്നെ ചെയ്തോളാം. ബാലമ്മേ, ഞാൻ പോയിക്കോളാം. ഞാൻ അമൃതേച്ചിയും കുട്ടി തൃക്കണ്ണൂർ അമ്പലത്തിൽ പോയി ഹാരം വാങ്ങി കൊടുക്കട്ടെ. എന്നാ ശരി മോളെ, വേഗം ചെല്ല്. പോയിട്ട് വരാം. അമൃതേച്ചി, നമുക്ക് പോയി ഹാരം വാങ്ങി കൊടുക്കാം. ചേച്ചി, വേഗം വണ്ടി എടുക്ക്. പോകുന്ന വഴിക്ക് നമുക്ക് ആ പൂക്കടയിൽ ഹാരം കൂടി വാങ്ങാം. ആ വെളിച്ചപ്പാട് പറയുന്ന കേട്ട് എനിക്കെന്തൊക്കെയോ പേടി തോന്നുന്നുണ്ട് ചാരു. വെറുതെക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോ തൃക്കണ്ണൂർ ഭദ്രകാളിയും നാഗക്കാവിനെയൊക്കെ അങ്ങ് മറന്നു കളഞ്ഞില്ലേ? അതുകൊണ്ടായിരിക്കും വെളിച്ചപ്പാട് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും വേഗം വണ്ടി എടുക്ക്, നമുക്ക് പോവാം. കേറ്. ചേച്ചി നിർത്തിയേ. അവരവിടെ നിൽക്കുന്നു. വെളിച്ചപ്പാട് ഇറക്കി വിട്ട ആൾക്കാരല്ലേ അത്? നീ എന്ത് ചെയ്യാൻ പോവാ? ചേച്ചി വന്നേ, വാ. ഇങ്ങനെ നിന്നാൽ എങ്ങനെയാടാ? വാ, നമുക്ക് പോവാം. വാ. അതെ, ഒന്നെന്ന് നിങ്ങള് ഇവിടത്തുകാരല്ലാന്ന് തോന്നുന്നുണ്ടല്ലോ. ഈ അമ്പലത്തിലേക്ക് തന്നെ വന്നതാണോ? ഞങ്ങള് കുറച്ച് അകലെന്നാ വരുന്നത്. ഈ അമ്പലത്തിലേക്ക് വന്നതുമല്ല. അവിടെ എന്തോ പൂജ നടക്കുന്നെന്ന് എന്റെ കൊച്ചുമകള് പറഞ്ഞതിന്റെ പേരിൽ വന്നതാ. ആ വെളിച്ചപ്പാട് അങ്ങനെ പെരുമാറിയത് വല്ലാത്ത സങ്കടമായി പോയി. പുറംനാട്ടുകാരാണെന്ന് അറിഞ്ഞാ നിങ്ങളുടെ വെളിച്ചപ്പാട് പോലും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിടുവോ? ഭയങ്കര മോശമാണ് കേട്ടോ. അതെ, അങ്ങനൊന്നും ചിന്തിക്കണ്ട. വെളിച്ചപ്പാട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണം ഉണ്ടായിരിക്കും. മനുഷ്യനെ നാണം കെടുത്തിയിട്ട് അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? അതല്ല, നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കില്ല വെളിച്ചപ്പാട് അവിടുന്ന് പറഞ്ഞു വിട്ടത്. അവിടെ നിങ്ങൾ തുടർന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരുന്ന വെളിച്ചപ്പാടിന് എന്തെങ്കിലും ഉൾവിളി ഉണ്ടായിട്ടുണ്ടാവും. അല്ല, നിങ്ങൾ എവിടെ പോകാനാ വന്നതെന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് പോകേണ്ടത് തൃക്കണ്ണൂർ ഭദ്രകാളി ക്ഷേത്രത്തിലേക്കാ. അതിവിടെ അടുത്തെവിടെയോ അല്ലേ? തൃക്കണ്ണൂർ ക്ഷേത്രത്തിലേക്കാണോ പോകേണ്ടത്? ഞങ്ങളും അങ്ങോട്ടാ പോകുന്നത്. പുറകെ വന്നോളൂ. ഇടയ്ക്ക് ഒരു ഹാരം വാങ്ങാൻ വണ്ടി നിർത്തും. ഒരു 5 മിനിറ്റ്. നിങ്ങൾ ഞങ്ങൾ അമ്പലത്തിൽ എത്തിച്ചോളാം. എന്തു പറയുന്നു? എങ്കിൽ പിന്നെ നിങ്ങൾ മുന്നേ പൊയ്ക്കോ, ഞങ്ങൾ പുറകെ വരാം. അമൃതേച്ചി വാ, വണ്ടി എടുക്ക.
ആ, ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തണം. ഭഗവതിയെ, എന്റെ സന്താനങ്ങളെ കാത്തോളേ ദേവിയേ. ആ, 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 ദുരന്തങ്ങൾക്കിടയിലും ചില ശുഭവാർത്തകൾ വരുന്നു ദേവിയേ. ദേവിയേ, ഭഗവതിയേ, ആപത്തുകളിൽ പെടാതെ സൂക്ഷിക്കണം. കണ്ണു ചിമ്മാതെ കാക്കണം കുടുംബത്തിനെ. ആ ദേവിയേ, കാത്തുരക്ഷിക്കണേ ദേവിയേ. ദേവിയേ, ഈ കുടുംബനാഥന്റെ കൂടെ നിൽക്കണേ ദേവിയേ. ആ, ആ, ഭയപ്പാട് വേണ്ട, അമ്മ കൂടെയുണ്ട്. ദേവിയേ,